പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ പാലക്കാട് UDF-ന്റെയും ചേലക്കരയിൽ LDF-ന്റെയും വയനാട് പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ വിജയം ഒരു സസ്പെൻസ് ത്രില്ലറായിരുന്നു. പ്രത്യേകിച്ച് പാലക്കാടും ചേലക്കരയും. പാലക്കാട് അതിനുശേഷം സസ്പെൻസ് മാറിയെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെല്ലാം റിപ്പോർട്ടർ TVക്കൊപ്പം ആസ്വദിക്കുകയും വിലയിരുത്തുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇന്നലെ യൂട്യൂബിലടക്കം 3 ലക്ഷത്തിനുമേൽ പ്രേക്ഷകരാണ് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം റിപ്പോർട്ടർ TVയിലൂടെ കണ്ടത്. നിങ്ങളുടെ വിശ്വാസത്തിനും നിങ്ങൾ റിപ്പോർട്ടർ TV സ്വീകരിച്ചതിനും ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മൾ ഇനി വാർത്തകളിലേക്ക് കടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ചേലക്കരയിലെ സ്ഥാനാർത്ഥി നിർണയം തെറ്റിയെന്ന് കോൺഗ്രസിനുള്ളിൽ വിമർശനം. രമ്യ ഹരിദാസനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ മണ്ഡലത്തിനുള്ളിലെ നേതാക്കൾ. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ തോൽവിക്കു പിന്നാലെ നിയമസഭാ മണ്ഡലത്തിൽ അതേ രമ്യ ഹരിദാസനെ സ്ഥാനാർത്ഥിയാക്കിയത് തെറ്റായ തീരുമാനമെന്നാണ് വിമർശനം. മണ്ഡലത്തിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയാക്കിയ മുന്നണികൾ നേട്ടമുണ്ടാക്കിയതും ചൂണ്ടിക്കാട്ടി. ഭരണവിരുദ്ധ വികാരം വോട്ടാകാതിരുന്നത് സ്ഥാനാർത്ഥിത്വത്തിന്റെ പ്രശ്നമെന്നുമാണ് പരാതി. ചേലക്കരയിൽ 12,201 വോട്ടുകൾക്കാണ് UDF തോറ്റത്. ഇതിന് പിന്നാലെയാണ് മണ്ഡലത്തിനുള്ളിലെ കോൺഗ്രസ് നേതാക്കൾ പരാതി ഉയർത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ചേരുന്നു. അർജുൻ മട്ടന്നൂർ, വെരി ഗുഡ് മോർണിംഗ്. പാലക്കാട് BJPയും ചേലക്കരയിൽ കോൺഗ്രസിന്റെ ഉള്ളിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ രീതികളുമായി ബന്ധപ്പെട്ടുമൊക്കെ വിമർശനങ്ങൾ ഉയരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചേലക്കരയിലെ മണ്ഡലത്തിനുള്ളിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം തേടിയപ്പോൾ എന്താണ് നമുക്കറിയാൻ സാധിച്ചത്? അർജുൻ മട്ടന്നൂർ, അവർ അസംതൃപ്തരാണല്ലേ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുകുമാർ. അതായത് ഇത്തവണ പാലക്കാടിനേക്കാൾ അപ്പുറം ചേലക്കരയാണ് പ്രതിപക്ഷം കാര്യമായി ഫോക്കസ് ചെയ്തത്. മാത്രവുമല്ല, ഇത്തവണ ഭരണവിരുദ്ധ വികാരം അലയടിക്കും എന്ന് പ്രതിപക്ഷം കരുതിയതും ചേലക്കരയിലാണ്. അത് നേരത്തെ KPCC പ്രസിഡന്റ് അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ചേലക്കര പിടിക്കുക, അവിടെയാണ് CPM-വുമായി നേർക്കുനേരുള്ള പോരാട്ടം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചേലക്കര പിടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അത് ഇത്തവണ സാധ്യമാകും എന്ന ഉറച്ച പ്രതീക്ഷയിലായിരുന്നു KPCC നേതൃത്വവും പ്രാദേശിക നേതൃത്വവും ഒക്കെ തന്നെ. പക്ഷേ ഇത്തവണ K രാധാകൃഷ്ണൻ മാറി UR പ്രദീപ് LDF-ന് വേണ്ടി മത്സരിക്കുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തിലായിരുന്നു UDF അടക്കം. പക്ഷേ സംഭവിച്ചത് മറിച്ചാണ്. രമ്യ ഹരിദാസ് മത്സരിച്ചതോടെ UR പ്രദീപ് 12,000-ലധികം ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇതിന് പിന്നാലെയാണ് മണ്ഡലം ഭാരവാഹികളടക്കം ഇത്തരത്തിൽ അവരുടെ അതൃപ്തി പങ്കുവെക്കുന്നത്. ഇതൊരു പരസ്യമായ പൊട്ടിത്തെറിയിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ നേരത്തെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ K രാധാകൃഷ്ണനോട് പരാജയം ഏറ്റുവാങ്ങിയ രമ്യ ഹരിദാസ് പിന്നീട് ചേലക്കര മണ്ഡലത്തിൽ മത്സരിക്കുന്നു. ഈ സ്ഥാനാർത്ഥി നിർണയം പാളി എന്നതാണ് പ്രധാനപ്പെട്ട പരാതി. മാത്രവുമല്ല, ഇതിൽ LDF-ഉം BJPയും മണ്ഡലത്തിനുള്ളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെയാണ് മത്സരിപ്പിച്ചത്. ഇതിൽ UR പ്രദീപ് മത്സരിച്ചപ്പോൾ നേരത്തെ 2016-ലുണ്ടായിരുന്ന 10,000 എന്ന് പറയുന്ന ഭൂരിപക്ഷം അത് 12,000-ലേക്ക് ഉയരുന്നു. BJP K ബാലകൃഷ്ണൻ എന്ന് പറയുന്ന തിരുവില്ലാമല സ്വദേശിയായ അവരുടെ നേതാവിനെ മത്സരിച്ചപ്പോൾ അദ്ദേഹവും ഏതാണ്ട് 2021-നെ അപേക്ഷിച്ച് 10,000-ഓളം വോട്ട് ഉയർത്തുന്നു. പക്ഷേ ഇക്കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ വെറും 5,000 ഭൂരിപക്ഷം മാത്രം LDF-ന് നൽകിയ ചേലക്കര പക്ഷേ ഇത്തവണ 12,000-ഓളം ഭൂരിപക്ഷം LDF-ന് നൽകുന്നു. ഇത് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുന്ന UDF-ന്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ തന്നെ എല്ലാ ആരോപണങ്ങളുടെയും മുനയൊടിക്കുന്ന ഒരു ഫലമായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ചർച്ചയാവുകയാണ് രമ്യ ഹരിദാസിന്റെ പരാജയം. അതിൽ പ്രധാനമായും അവർ പറയുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച സ്ഥാനാർത്ഥിയെ വീണ്ടും മത്സരിപ്പിക്കരുതായിരുന്നു എന്നതായിരുന്നു. മാത്രമല്ല, പ്രാദേശികമായുള്ള ഒരു നേതാവിനെ തന്നെ മത്സരിപ്പിക്കണമായിരുന്നു എന്ന വിമർശനവും ഉയരുന്നുണ്ട്. ഏതായാലും ഇത് ഔദ്യോഗികമായ ഒരു പരാതിയുടെ രൂപത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും ഇന്നലെ ഈ തോൽവിക്ക് പിന്നാലെ ഈ പ്രാദേശികമായ നേതാക്കളും ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളും ഒക്കെ തന്നെ ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ ഇത് വലിയ ചർച്ചയാകാൻ സാധ്യതയുമുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിലെ ചില നേതാക്കൾ കാര്യമായി സഹകരിച്ചിട്ടില്ല തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എന്നൊരു പരാതി രമ്യ ഹരിദാസിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭാര്യ തുളസിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ ചില നീക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് രമ്യ ഹരിദാസിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. അതിനെ തുടർന്ന് VK ശ്രീകണ്ഠന് അതൃപ്തിയുണ്ട് എന്ന് തുടങ്ങിയ ചില വാർത്തകളൊക്കെ ആദ്യഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന ഈ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും അസ്വാരസ്യങ്ങൾക്കും പിന്നിൽ ഈ തുളസിയെ സ്ഥാനാർത്ഥിയാക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം കൂടി ഈ നേതാക്കൾക്കുണ്ടോ?
ഈ നേതാക്കളിൽ ചിലർ കെ എ തുളസിയുടെ പേര് പറയുന്നുണ്ട്. 2016 കെ എ തുളസി മത്സരിച്ചപ്പോൾ ഇത്തരത്തിൽ ഭൂരിപക്ഷം കാര്യമായി കുറക്കാൻ കഴിഞ്ഞിരുന്നു. സ്വാഭാവികമായും ഇത്തവണ കെ എ തുളസിയെ മത്സരിപ്പിച്ചാൽ ഒരുപക്ഷെ ഇതിനും നല്ലൊരു ഫലം UDF-നെ സംബന്ധിച്ചിടത്തോളം വന്നേനെ എന്നൊരു അഭിപ്രായം പലരും പങ്കുവെക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനമായും അവർ പറയുന്നത് ഇതിൽ മണ്ഡലത്തിനുള്ളിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥി വേണമായിരുന്നു. അതിനപ്പുറം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 19 സീറ്റുകളിലും 18 സീറ്റുകളും വിജയിച്ചപ്പോഴും തോറ്റ മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലത്തൂർ. അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയെ തന്നെ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെയും വിമർശനം ഉയരുന്നുണ്ട്. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ, ഇതിൽ രമ്യ ഹരിദാസിനും ചില പരാതികളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ജില്ലയിലെ ചില നേതാക്കൾ കാര്യമായി പ്രചരണത്തിന് ഇറങ്ങിയില്ല, അല്ലെങ്കിൽ ആത്മാർത്ഥമായി പ്രചരണത്തിന് ഇറങ്ങിയില്ല എന്നൊരു പരാതി രമ്യ ഹരിദാസിനും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ രമ്യ ഹരിദാസ് പാലക്കാടേക്ക് പോവുകയും അവിടെ KPCC അധ്യക്ഷനെ അടക്കം കാണുകയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളടക്കം ഒരുപക്ഷെ രമ്യ ഹരിദാസും KPCC അധ്യക്ഷനോട് പങ്കുവച്ചിട്ടുണ്ടാകാനാണ് സാധ്യത. എന്തായാലും ഈ ചേലക്കരയിലെ തോൽവി KPCCക്ക് അന്വേഷിക്കാതിരിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് അടുത്ത വർഷം തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. വലിയ പ്രതീക്ഷ വെച്ച ഒരു മണ്ഡലത്തിൽ BJP മുന്നേറ്റമുണ്ടാക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഏതാണ്ട് 10,000-ഓളം വോട്ടാണ് 2021 അപേക്ഷിച്ച് BJP ഉയർത്തിയത്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയം, അതോടൊപ്പം പ്രചരണത്തിലെ നേതാക്കളുടെ അശ്രദ്ധ, ഇതൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയാവും. ഇത് KPCC അന്വേഷിക്കേണ്ടിയും അർജുൻ മട്ടന്നൂരാണ് ചേർന്നത്. ഇതിനകത്തൊരു പ്രേക്ഷകൻ പറയുന്ന പോലെ ആലത്തൂരിൽ പരാജയപ്പെട്ട ഒരാളെ ഒരിക്കലും സ്ഥാനാർത്ഥിയാക്കാൻ പാടില്ലായിരുന്നുവെന്ന് സിദ്ദിഖ് പറയുന്നു. അത് ഒരർത്ഥത്തിൽ ശരിയാണെങ്കിലും രമ്യ ഹരിദാസ് ഒരു മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷേ അവരുടെ MP എന്ന നിലയിൽ ആ മണ്ഡലത്തിലെ പ്രവർത്തനം നാട്ടുകാർക്ക് അത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ അതിനുശേഷം 6 മാസത്തിന് ശേഷം വീണ്ടും രമ്യയെ കളത്തിലിറക്കിയപ്പോൾ രമ്യയുടെ പൊളിറ്റിക്കൽ പ്രൊഫൈലിലും ഒരു ഇടിവുണ്ടായിട്ടുണ്ട്. കാരണം തുടർച്ചയായി ഒരു വർഷം 2 പരാജയങ്ങൾ രമ്യ ഹരിദാസിനെ പോലൊരു സ്ഥാനാർത്ഥി ഏറ്റുവാങ്ങുന്നു. ഒന്ന് മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളൊരു സ്ഥാനാർത്ഥിയാണ് രമ്യ, അതേസമയം ദേശമംഗലത്തുകാരനാണ് നമ്മുടെ UR പ്രദീപ്. അപ്പോൾ ചേലക്കരക്കാരൻ അല്ലെങ്കിൽ ചേലക്കരക്കാരി എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് അതൊക്കെ വേണമോ എന്ന് ചോദിച്ചാൽ നാട്ടുകാർക്കിടയിലുണ്ട്. ആ സെൻറ്റിമെൻറ്റ്സ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ.